ഹായ് ഡിയേഴ്സ്. ഇപ്പം ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള 2ാം ഘട്ട അലോട്ട്മെന്റും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 1ാം ഘട്ട അലോട്ട്മെന്റും ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മുഴുവനായിട്ടും അവർക്ക് എന്താണോ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ഫീസ് അല്ലെങ്കിൽ ബാക്കി തുക 17 മുതൽ 23 തീയതി വരെ അടയ്ക്കാനുള്ള ഡേറ്റ് ഉണ്ട്. അവരത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഓൺലൈനായിട്ടോ അടയ്ക്കാവുന്നതാണ്. പക്ഷേ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ വളരെ ദൂരെയുള്ള കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ 23 തീയതി വൈകുന്നേരത്തിന്റെ ഉള്ളിൽ തന്നെ അവര് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണമെന്നാണ് കമ്മീഷണർ അറിയിച്ചിരുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മോകളോ ഒന്നും തന്നെ ഷെഡ്യൂളുകളോ ഒന്നും തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കുമെന്ന പ്രതീക്ഷയിലൂടെയാണ്. അപ്പൊ ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരള എഞ്ചിനീയറിംഗ് 2ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾ പ്രവേശനം കിട്ടുന്ന കോളേജുകളിൽ തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കും ഫീസ് അടയ്ക്കലിനും ഹാജരാകണമെന്ന വ്യവസ്ഥ കോവിഡ് സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിട്ട് വൻതോതിൽ പരാതികൾ വന്നിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾ 23 തീയതി വൈകിട്ട് 4 മണിക്ക് മുന്നേ തന്നെ പ്രവേശനം നേടേണ്ടതാണെന്നും നമ്മുടെ സർക്കുലറിലുണ്ട്. എന്നാൽ വേറൊരു വളരെയധികം വിഷമകരം IIT NIT അലോക്കേഷൻ നാളെയാണ് ആരംഭിക്കുന്നത്. അപ്പൊ അതിലും ഒരുപാട് കുട്ടികൾ ആ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അലോക്കേഷൻ അവര് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരുപാട് സീറ്റുകൾ ഒഴിയുന്നു. അപ്പൊ കൂടുതൽ കുട്ടികൾക്ക് അടുത്ത ഘട്ടത്തിലാണ് അലോട്ട്മെന്റിൽ പരിഗണിക്കാവുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതും ഒരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ കേരളത്തിലെ അലോട്ട്മെന്റ് ക്രമത്തിൽ ഇനിയും ഏറെ മാറ്റം വരും. അപ്പൊ ഇന്നത്തെ അലോട്ട്മെന്റ് പ്രകാരം ഒരാഴ്ചക്കകം പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ ഒട്ടേറെ പേർക്ക് അടുത്ത അലോട്ട്മെന്റിൽ മെച്ചപ്പെട്ട കോളേജും കോഴ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതുകൂടി ശ്രദ്ധിക്കണം. സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ലഭിച്ച ഇഷ്ടപ്പെട്ട കോളേജോ കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. കാരണം IIT NIT പോലുള്ള വിദ്യാർത്ഥികൾ ഇതിൽ നിന്നും പോകുവാനുണ്ട്. ഒരുപാട് നീറ്റിന്റെ റാങ്ക് ലിസ്റ്റും വരുന്നതോടുകൂടി ഇന്ന് നീറ്റിന്റെ റിസൾട്ടും കൂടി വരികയാണ്. അതിനനുസരിച്ചിട്ടും കുട്ടികൾ ഇതിലോ അപേക്ഷിക്കുന്നവരുണ്ടാവും, നീറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നവരുണ്ടാവും. അങ്ങനെ നമ്മുടെ റാങ്ക് ലിസ്റ്റുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്കും ഉള്ള സീറ്റുകൾ ഇഷ്ടപ്പെട്ട കോളേജുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. സാധാരണ IIT NIT സീറ്റ് അലോക്കേഷന് ശേഷമാണ് നമ്മുടെ കീമിന്റെ നടപടികളെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കോവിഡ് കണക്കിലെടുത്ത് സാധ്യമായ ഇളവെങ്കിലും ചെയ്യേണ്ടതാണെന്നും അധ്യാപകരും രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. അപ്പൊ വിദ്യാർത്ഥികൾക്ക് സ്വന്തം ജില്ലയിലെ ഏതെങ്കിലും കോളേജിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാനായി എത്തിക്കാനും ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ യാത്ര അത്രയ്ക്കും കുറയ്ക്കാം എന്നുള്ള ഒരു അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. അതായത് അടുത്തുള്ള കോളേജുകൾ ഓരോ വിദ്യാർത്ഥിക്കും തൊട്ടടുത്തുള്ള വളരെ കുറച്ചു ദൂരം യാത്രയാവുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും നടത്താവുന്നതാണ്. അപ്പൊ ഇതൊരു കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഈ ഒരു സൗകര്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, സാധ്യമാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ഒക്കെ തന്നെ കാത്തിരിക്കുകയാണ്. അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ ഹാജരായി പ്രവേശനം നേടുന്നത് സംബന്ധിച്ച പ്രവേശന ഷെഡ്യൂളുകളൊന്നും തന്നെ പുറത്തിറക്കിയിട്ടില്ല, ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അപ്പൊ അത് ഇറങ്ങുന്നത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ അത് ഇറങ്ങുന്ന പക്ഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ഈ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കിത് ഉപകാരപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണേ. താങ്ക് യു ഫോർ വാച്ചിങ്.